ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി നോട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് 8ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ്. എട്ടാം ക്ലാസ്സിലെ സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ചാപ്റ്ററോടെ. ഇതിൽ നിങ്ങൾ ഫസ്റ്റിലത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, അതായത് സെല്ലുകളായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ ബയോളജിയിൽ നമ്മൾ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ബയോളജി സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇത് സെല്ല് അല്ലെങ്കിൽ കോശങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കാറുണ്ട്. അത് എന്താണ്, ഇടയ്ക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാകും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു ഇമ്പോർട്ടൻസോടെ തന്നെ നിങ്ങൾ കാണണം. അപ്പോൾ ഇതിലുള്ള മെയിനായിട്ടുള്ള പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ട് പോട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പുഷ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ഓർത്തോ. ഒന്നാമത്തെ പോയിന്റ്, ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പാണ് അറിയപ്പെടുന്ന പേരാണ് ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിനാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് ശരിക്കും ഫിസിക്സിൽ വരുന്നതാണ്. ആവർത്തന ശേഷി എന്താണെന്നൊക്കെ അതിൽ പറയും. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി. ഓക്കെ, അതൊരു പോയിന്റാണ്. ഇതുവരെ ചോദിച്ചിട്ടൊന്നും കണ്ടില്ല, എന്നാലും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തൊക്കെ എസ് തന്നതുകൊണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് തന്നെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചോദിക്കണം. അതെന്താണ് മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവിലും ഐ പീസിലുമുള്ള സംഖ്യകളുടെ ഗുണനഫലം. അതായത് ഒബ്ജക്റ്റീവിൻ്റെ ലെൻസിലും ഐ പീസിൻ്റെ ലെൻസിലുള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ആവർത്തന ശേഷി മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. ആ രണ്ട് പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇനി അങ്ങോട്ട് വരുന്നതാണ് കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് ഒന്നാമത്തത്, ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹൂക്ക്. കോശങ്ങളെ കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക്. ഏതിൻ്റെ ഇതിൽ കൂടിയാണ്? ഒരു കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം ചെറിയ അറകൾ ആയിട്ട് അദ്ദേഹം സെല്ലുകളെ കാണുന്നത്. ഓക്കെ, ആ അറകളെയാണ് അദ്ദേഹം സെല്ല് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെല്ല് എന്ന് വിളിച്ചതും അദ്ദേഹം തന്നെയാണ്, സെല്ലെന്ന് വിശേഷിപ്പിച്ചതും റോബർട്ട് ഹൂക്ക് തന്നെയാണ്. റോബർട്ട് ഹൂക്കാണ് എന്ത് ചെയ്യുന്നത്, സെല്ല് കണ്ടുപിടിക്കുന്നത്. ഇനി ആ ഒരു സെല്ല് കണ്ടുപിടുത്തത്തോടെ എന്ത് ചെയ്യും, അത് വലിയൊരു ശാസ്ത്ര ശാഖയായിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ അതാണ് കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഒത്തിരി പഠനശാഖകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡിവിഷനായിട്ട് തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നിട്ട് നോക്കിയിട്ട് പോവാം. ഇനി ഇതിൽ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൽ നോക്കാം. ഒന്നാമത്തത് റോബർട്ട് ബ്രൗൺ. ഇതിലെ ഈ 4 ശാസ്ത്രജ്ഞന്മാരെ എന്ത് ചെയ്യാറുണ്ട്, PSC ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. 4 ശാസ്ത്രജ്ഞൻ. ഒന്ന് റോബർട്ട് ബ്രൗൺ ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എനിക്കറിയാം അതെന്താണ്, സെല്ലിൻ്റെ കേന്ദ്രമാണ്, കോശകേന്ദ്രം കണ്ടെത്തിയത് ന്യൂക്ലിയസ് എന്ന് അതിനെ വിളിച്ചതൊക്കെ ആരാണ്, റോബർട്ട് ബ്രൗൺ ആണ്. അടുത്തത് MJ ശ്രീഡൻ ആണ്. ഇത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ശ്രീഡനാണ്. ഇനി മൂന്നാമത്തെ ആളാണ് തിയോഡർ ഷ്വാൻ. ഇതിൻ്റെ താഴെ അവരുടെ കണ്ടുപിടിച്ച വർഷങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. തൽക്കാലത്ത് നിങ്ങൾക്ക് ഇതിൽ 1831 എന്ത് ചെയ്യണം, ഓർത്തോക്കണം. കാരണം അതൊരു മുമ്പ് ഒരു എക്സാമിന് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, കോശകേന്ദ്രം 1831, അതൊന്ന് ഓർത്ത് വെച്ചു. തിയോഡർ ഷ്വാനാണ് ജന്തു ശരീരം കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്, അനിമൽ ബോഡി എന്താണ് അതും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. അപ്പോൾ തിയോഡർ ഷ്വാന് ജന്തു ശരീരമാണ്, മറ്റേതോ MJ ശ്രീഡൻ കണ്ടുപിടിച്ചത് സസ്യശരീരമാണ്. രണ്ടും സെയിം സംഭവം തന്നെ. ഇനി റുഡോൾഫ് വിർഷോ അതായത് വിഭജിക്കുന്ന കോശങ്ങൾ നിരീക്ഷിച്ചത് ഈ റുഡോൾഫ് വിർഷോ ആണ്. അപ്പോൾ അത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിഗമനത്തിലെത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. ഈ 4 പേരെ ഓർത്ത് വെക്കണം. ഇവരുടെ സംഭാവന എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതെന്താണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കോശ സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താ, അതായത് വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് ആരൊക്കെ തമ്മിൽ ചേർത്ത് ഉണ്ടാക്കിയതാ, MJ ശ്രീഡനും തിയോഡർ ഷ്വാനും കൂടി ചേർത്ത് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് ഇത് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് രണ്ട് മെയിനായിട്ടുള്ള ആശയങ്ങളാണ് അതിൽ വരുന്നത്. ഒന്നാമത്തത്, എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കളും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഇപ്പോൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. അതായത് എല്ലാ ജീവശരീരം കോശ നിർമ്മിതമാണ്. രണ്ടാമത്തെ പോയിന്റ്, അടിസ്ഥാന ഘടകങ്ങൾ കോശങ്ങളാണ്. അപ്പോൾ അതാണ് ആ പോയിന്റുകൾ. ഇനി കോശങ്ങളുടെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് കേട്ടോ ഇത് പറയുന്നത്. കുറേ ധർമ്മങ്ങളുണ്ട്. ഒന്നാമത്തത്, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുക. ഫോറിൻ ബോഡീസ് ശരീരത്തിൽ വരുന്നുണ്ട്, അതിനെ പ്രതിരോധിക്കുക.
പിന്നെ ഉള്ളത് പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വർക്ക് ചെയ്യാനുള്ള ഊർജ്ജങ്ങളൊക്കെ സ്വതന്ത്രമാക്കുന്നത് എവിടുന്നാണ്? സെല്ലിൽ നിന്നാണ്. മൂന്നാമത്തേത് ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക. ഓക്കെ, ബയോളജിക്കൽ മോളിക്യൂൾസ് നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായതൊക്കെ തന്മാത്രകൾ എന്ത് ചെയ്യുക? നിർമ്മിക്കും. ഇനി ജീവദ്രവ്യവും കോശദ്രവ്യവും എന്താണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്താണെന്നല്ലോ കേട്ടോ. കോശസ്തരത്തിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ട് പറയുന്നതാണ് എന്ത്? ജീവദ്രവ്യം. ഓക്കെ, കോശസ്തരത്തിനുള്ളിലെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ട്, നമുക്ക് സെല്ലിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. അപ്പോൾ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർത്താൽ അത് ജീവദ്രവ്യമായി. എന്നാലോ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് ഇത് കോശദ്രവ്യം. അത് ഈ ജീവദ്രവ്യത്തിൽ നിന്ന് മർമ്മം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്നുള്ളത്. റെഡി? ഇനി ജീവധർമ്മങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണിത് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് പറയും. അതായത് ഈ കോശദ്രവ്യത്തിൽ കുറേ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അത് നമുക്ക് ഓരോന്നിൻ്റെ ഫംഗ്ഷൻ പഠിക്കാനുണ്ട്. അതാണ് അടുത്ത് വരുന്നത് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് പറയുന്ന അടുത്ത ഓരോന്നായിട്ട്. ഒന്നാമത്തെ അതിൽ വരുന്നതാണ് ഇത് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യാം, ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, അധികം ചോദിക്കാറുണ്ട്. ഇതല്ലാതെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് ഇതിൽ പഠിക്കാനുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. SCERT ഇതിലില്ല, എന്നാൽ ഞാൻ പറഞ്ഞിട്ട് പോവാം. ഒന്നാമത്തെ മൈറ്റോകോൺട്രിയ, കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഏതാണ്? മൈറ്റോകോൺട്രിയാണ് കോശത്തിലെ ഊർജ്ജ നിലയം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചോ കേട്ടോ, ഇത് എന്താണെന്നുള്ളത്. രണ്ടാമത്തെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന്. അതായത് കോശത്തിലൂടെയുള്ള പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കൂടെയാണ്. പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കൊണ്ട് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് എന്ത് വിളിക്കുന്ന അറിയോ? കോശാസ്ഥികൂടം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചതിന് മുമ്പ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്. പിന്നെ മൂന്നാമത്തെ റൈബോസോം. ഇതൊക്കെ സെൽ ഓർഗനൽസ് ആണ്. മൂന്നാമത്തെ റൈബോസോം, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് ഇത് റൈബോസോം. കോശത്തിലെ മാംസം എന്ന് വെച്ചാൽ എന്താ? പ്രോട്ടീൻ നിർമ്മിക്കുന്നത് ഈ റൈബോസോമിൽ വെച്ചിട്ടാണ്, അത് ഓർത്തോക്കണം. പിന്നെ ഫേനം അല്ലെങ്കിൽ വാക്യൂൾ എന്ന് പറയും. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഇത് ഫേനം. അത് റീസെൻ്റ് ആയിട്ട് 2023 എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്, ഫേനം ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോണോപ്ലാസ്റ്റ് ആണ്. അത് അങ്ങനെ തന്നെയാണ് ചോദിച്ചത്, ടോണോപ്ലാസ്റ്റ് എന്നുള്ളത് എടുത്ത് ചോദിച്ചു. ഈ ഫേനത്തിൻ്റെ ധർമ്മം എന്താ? ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കലാണ് ഈ ഫേനത്തിൻ്റെ ധർമ്മം നടന്നത്. ഇനി അടുത്തത് ഗോൾജി കോംപ്ലക്സ് ആണ് എന്ത്? രാസാഗ്നികൾ, ഹോർമോണ്, ശ്രേഷ്മസരം തുടങ്ങിയ കോശങ്ങളെ ചെറിയ ചെറിയ സഞ്ചികളിലാക്കി വെസിക്കിൾസിലാക്കിയിട്ട് എന്ത് ചെയ്യുക വെക്കുന്നത് ഈ ഗോൾഗി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥി കോശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗോൾഗി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് 2 പോയിന്റോ എന്ത് ചെയ്യുക അന്ന് ഓർക്കും. ഇനി ഇതിൽ PSC ചോദിക്കുന്ന ടൈപ്പ് ഇങ്ങനെയാണ് ചോദിക്കുക. ഇതെല്ലാം ഓർത്തോണ്ടോ, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി കോശത്തിൻ്റെ പവർ ഹൗസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയായിരുന്നു? മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്ന് ചോദിച്ചാലോ തന്നെയാണ് മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം എന്ന് വെച്ചാലോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞതാണ്, അന്തർദ്രവ്യ ജാലിക. ഇനി മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം, അത് ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം ഉണ്ടാക്കുന്നത് റൈബോസോമാണ്. ഇനി അടുത്തതാണ് ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗ് അല്ലെങ്കിൽ ഡെമോളിഷൻ സ്ക്വാഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലൈസോസോമാണ്. ലൈസോസോം വരുന്നുണ്ട് കേട്ടോ, നമുക്ക് പറയാൻ വരുന്നുണ്ട്. ഇനി കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ഓക്കെ, കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇപ്പോൾ ഗോൾജി കോംപ്ലക്സ്, അതാണ് ഗോൾജി കോംപ്ലക്സ്. ഇനി കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ തന്നെ എന്ത് ചെയ്തത് എടുത്ത് പറഞ്ഞത്. ഇനി നമുക്ക് മർമ്മ ന്യൂക്ലിയസിനെ പറ്റി നമ്മളൊന്ന് പറഞ്ഞില്ലേ ഇതുവരെ. അപ്പോൾ മർമ്മമാണ് എന്ത് ചെയ്യുന്നത്? മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ്. ഓക്കെ, കോശത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ് നിയന്ത്രിക്കുന്നത്. ഈ മർമ്മത്തിന് തന്നെ കുറേ ഭാഗങ്ങളുണ്ട്. മർമ്മത്തിന് മർമ്മകം എന്നുള്ളൊരു ഭാഗമുണ്ട്, മർമ്മരന്ധ്രം എന്നുള്ള ഭാഗമുണ്ട്, മർമ്മദ്രവ്യമുണ്ട്, അതേപോലെ മർമ്മസ്തരമുണ്ട്, ക്രൊമാറ്റിൻ ജാലികൻ. ഇതൊക്കെ എന്താണെന്നുള്ളതാണ് ഒന്ന് ഓർത്ത് നോക്കണം. ഒന്ന് മർദ്ദദ്രവ്യം എന്ന് വെച്ചാൽ, മർദ്ദദ്രവ്യം എന്തായിരിക്കും പേരിൽ തന്നെ ഉണ്ടല്ലോ, മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക ഭാഗമാണ് ഇത് മർദ്ദദ്രവ്യം. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന ഇതിലാണ്. ഇനി എന്താ മർമ്മകം എന്നുള്ളത് നോക്കാം. മർമ്മകം എന്ന് വെച്ചാൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് മർമ്മകം. ന്യൂക്ലിയോലസ് എന്ന് പറയട്ടോ. മർമ്മവും മർമ്മകവും തമ്മിൽ മാറിപ്പോരുത്. മർമ്മകം ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ്, മർമ്മത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ് മർമ്മകം. ഇനി മർമ്മരന്ധ്രം എന്ന് വെച്ചാലോ ന്യൂക്ലിയർ പോർ. മർമ്മസ്ഥലത്തിലെ സുഷിരങ്ങളാണ് ഈ ന്യൂക്ലിയർ പോർ, മർമ്മരന്ധ്രം നടന്നത്.
മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ രന്ധ്രമാണ്. ഇനി അടുത്ത മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറയും. മർമ്മത്തെ ആവരണം ചെയ്തിട്ടുള്ള ഇരു പാളികളാണ് ഇത് ആവരണം ചെയ്തിരിക്കുന്ന ഒരു പാളി നോക്കി നിങ്ങൾക്ക് ഇതിന് പുറത്തായിട്ട് കാണാം. അതാണ് മർമ്മസ്തരം. ഇനി ക്രോമാറ്റിൻ ജാലിക എന്ന് വെച്ചാൽ മർമ്മദ്രവത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപണിഞ്ഞ് കിടക്കുന്ന ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഇത് ക്രോമാറ്റിൻ ജാലിക. ഓക്കെ, ജീനുകൾ ഉൾക്കൊള്ളുന്ന കേട്ടോ, ക്രോമോസോം എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ല. ക്രോമാറ്റിൻ ജാലിക അങ്ങനെ ഓർത്തോക്കണം. ഇനി പ്രോകാരിയോട്ടും യൂകാരിയോട്ടും എന്താണെന്നുള്ളത്, ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇതിൻ്റെ ഒന്നും കോശത്തിൽ എന്തില്ല? മർമ്മയില്ല. അങ്ങനെ ഇത്ര മർമ്മയില്ലാത്ത ജീവികളാണ് എന്ത് വിളിക്കുന്നത്? പ്രോകാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്നാൽ അമീബ ജന്തുക്കൾ, ബാക്കിയുള്ള സസ്യങ്ങൾ, മറ്റു ജന്തുക്കളൊക്കെ എടുത്തു നോക്കിയാൽ എന്താണ്? കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള മർമ്മമുണ്ട്. അപ്പോൾ ഇത്തരം മർമ്മമുള്ള ജീവികളെ വിളിക്കുന്ന പേരാണിത് യൂകാരിയോട്ട്. അപ്പോൾ ഇവിടെ ഓർത്തോക്കേണ്ടത് ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ ഇതൊക്കെ പ്രോകാരിയോട്ടുകളിൽ പെടുന്നതാണല്ലോ ഓർത്തോക്കണം കേട്ടോ. പ്രോകാരിയോട്ട് യൂകാരിയോട്ട് ചിലപ്പോൾ എക്സാമ്പിൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. ഇനി കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും എന്തുണ്ട്? സ്ഥരം ആവരണമുണ്ട്. അല്ല, കോശസ്ഥരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ന്യൂക്ലിയർ മെമ്പറൈൻ പഠിച്ചിട്ടുണ്ട്, കോശസ്ഥലം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോശങ്ങൾ തമ്മിലും കോശത്തിലെ ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിലുള്ള അംഗങ്ങൾ തമ്മിലും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ഏതാണ്? അതിൻ്റെ ഈ ഒരു സ്ഥലങ്ങളാണ്. ഏത് പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത്? ഈ ജീവസ്ഥലങ്ങളാണ്. അപ്പോൾ ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. എന്താണെന്ന് അറിയോ? വരണതാര്യ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈനാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ചോദിക്കുക അത് ക്വസ്റ്റ്യൻ? ജീവസ്ഥലങ്ങൾ എന്തിന് എക്സാമ്പിളാണ്? ജീവസ്ഥലങ്ങൾ പെർമിയബിൾ മെമ്പറൈൻ ഇങ്ങനെയൊക്കെ തരും. പെർമിയബിൾ, ഇംപെർമിയബിൾ, സെലക്റ്റീവ്ലി പെർമിയബിൾ അതുപോലെ കേട്ടോ. അപ്പോൾ വരണതാര്യ സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ മലയാളം കൂടി ഓർത്തുക്കണം. വരണതാര്യ സ്ഥലങ്ങളാണ് ഇത് ഈ ജീവസ്ഥലങ്ങൾ. ഓക്കെ, അതായത് സെലക്റ്റീവായിട്ടാണ് അതെന്ത് ചെയ്യാം, അത് പദാർത്ഥങ്ങളെ കടത്തിവിടും. എല്ലാം ഒന്നും കടത്തിവിടില്ല. അപ്പോൾ സെലക്റ്റീവായിട്ട് ആവശ്യമുള്ളത് മാത്രമേ കടത്തിവിടും. ഇനി സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണിത് ജൈവ കണങ്ങൾ എന്നുള്ളത്, അതായത് പ്ലാസ്റ്റിഡ്സ്. ഈ പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിഡ്സ് എന്നുള്ളത് സസ്യകോശങ്ങളിൽ മാത്രമുള്ളതാണ് ജൈവ കണങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇത് 3 കണങ്ങളുണ്ട്. ഒന്നാമത്തത് വർണ്ണകണം, ക്രോമോപ്ലാസ്റ്റ്, നമ്മൾ മുന്നേ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹരിതകണം, ക്ലോറോപ്ലാസ്റ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ശ്വേതകണം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഹരിതകണമാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശ സംരക്ഷണത്തിന് സഹായിക്കുന്നത്. ഹരിതകണം നമ്മൾ പഠിച്ചതാണ്. ഇനി വർണ്ണകണങ്ങളില്ല, ഇതിൽ പറഞ്ഞ ക്രോമോപ്ലാസ്റ്റ് വർണ്ണകണം. ഈ വർണ്ണകണമാണ് വർണ്ണം കൊടുക്കുന്നത്. ഇതിനൊക്കെ പൂക്കൾക്കും ഫലങ്ങൾക്കൊക്കെ വർണ്ണം കൊടുക്കുന്നത് ഈ വർണ്ണകണങ്ങളാണ്. ഇനി വർണ്ണകണങ്ങളിലെ ചില വർണ്ണങ്ങളാണ്, ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. സാന്തോഫിൽ, മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണകമാണിത് സാന്തോഫിൽ അല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. XY എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ സാന്തോഫിൽ യെല്ലോ, അപ്പോൾ XY എന്നുള്ളത് കിട്ടും. പിന്നെ കരോട്ടിൻ, മഞ്ഞ കലർന്ന ഓറഞ്ച്, അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാരറ്റൊക്കെ എന്താണ്? ക്യാരറ്റൊക്കെ ഓറഞ്ച് കളർ, അങ്ങനെ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി കരോട്ടിൻ. പിന്നെ ആന്തോസയാനിൻ, ചുവപ്പ്, പർപ്പിൾ നിറങ്ങളിലാണുള്ളത്. ഇനി ഇവയുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? വിവിധ നിറങ്ങൾ നൽകുന്നത്. ഇനി നിറമില്ലാത്ത ജൈവകണങ്ങളാണിത് ശ്വേതകണങ്ങൾ. അപ്പം നിറമില്ലാത്ത ജൈവകണങ്ങൾ ഓർത്തോക്കണേ, ശ്വേതകണങ്ങൾ. ശ്വേതകണങ്ങൾക്ക് എന്തില്ല? നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം 3 തരം ജൈവകണങ്ങൾ നമ്മൾ പഠിച്ചു. സസ്യകോശങ്ങളിൽ മാത്രമാണ് ജൈവകണങ്ങൾ കാണപ്പെടുന്നത്. 3 തരം ജൈവകണങ്ങൾ ഇതൊക്കെയാണ്: വർണ്ണകം, ഹരിതകണം, ശ്വേതകണം. ഓക്കെ, വർണ്ണകണം, അതേപോലെ ഹരിതകണം, ശ്വേതകണം. അപ്പോൾ വർണ്ണകണത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നമുക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട്. അതും എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചോളാം. ഇനി അടുത്ത കേട്ടോ, അടുത്ത സെൻട്രോസോം എന്താണെന്നുള്ളത്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ഇത് സെൻട്രോസോം. ഈ സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സെൻട്രോസോമിലാണ്. കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകളാണ് ഈ സെൻട്രോസോമിൽ കാണപ്പെടുന്ന മെയിൻ ഒരു ഐറ്റം. അപ്പോൾ അത് സെൻട്രോസോം ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതെന്ന് എന്ത് ചെയ്യണം? അത് പഠിച്ചു നോക്കണം. നമ്മളിപ്പോൾ വർണ്ണകണം പഠിച്ചില്ല, ഇതിൽ ജൈവകണങ്ങൾ, പ്ലാസ്റ്റിഡ്സ് സസ്യങ്ങളിൽ മാത്രമല്ല കാണുന്നുള്ളൂ. അതേപോലെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് ഇത് സെൻട്രോസോം. അതേപോലെ തന്നെ ലൈസോസോം, കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അടങ്ങിയിരിക്കുന്നതാണ് ഇത് ലൈസോസോം. ഈ ലൈസോസോം ജന്തുകോശത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് പഠിക്കണം നമുക്ക്. എങ്ങനെ? സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നു, അതേപോലെ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നു, ഒന്ന് പഠിക്കണം. അപ്പോൾ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് ഇത് എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ, CRT ഇല്ല. കോശഭിത്തിയും ഹരിതകണം എന്നീ ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഏതൊക്കെ? കോശഭിത്തിയും ഹരിതകണം. ഹരിതകണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്ലാസ്റ്റിഡ്സ് അതിൽ വരുന്നതാണ് ഹരിതകണം.
ഇനി സെൻട്രോസോം, ലൈസോസോം എന്നീ ഭാഗങ്ങൾ ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയല്ല. സെൻട്രോസോമും ലൈസോസോം, ഓക്കെ, സെൻട്രോസോമും ലൈസോസോമും ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ്. അപ്പോൾ ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുള്ള എന്ത് ചെയ്യുക ആണെങ്കിൽ അതൊന്ന് ഓർത്തോ. ഇനി മറ്റു ഭാഗങ്ങൾ, അതായത് സസ്യകോശങ്ങളിൽ ജന്തുകോശങ്ങളിലൊക്കെ പൊതുവാണ്. മറ്റുള്ള ഓർഗനൽസ് ഇല്ലേ, കോശാംഗങ്ങൾ, സെൽ ഓർഗനൽസ്, അത് ബാക്കിയുള്ളതിലൊക്കെ എന്താണ് കോമൺ ആയിട്ടുള്ളതാണ് സെൽ ഓർഗനൽസ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. അടുത്ത ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ചാപ്റ്റർ കേട്ടോ. അടുത്ത ടിഷ്യൂസ് ഒക്കെ പറ്റി പറയുന്നതാണ് അടുത്ത ചാപ്റ്റർ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴും സയൻസ് ഒരു ടോപ്പിക്കാണ്. സയൻസ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒന്നും ആയിട്ടില്ലത്. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് നമ്മളെ ഈ ഒരു ഓർഡർ തന്നെ എടുത്ത് പോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് നോക്കിയിട്ട് പഠിച്ചോളൂ. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം.